മുകുന്ദപുരം താലൂക്കിൽ ആദ്യത്തെയും ജില്ലയിലെ രണ്ടാമത്തേതുമായ മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രാമവണ്ടിയുടെ താക്കോൽ മന്ത്രി ഡ്രൈവർക്ക് കൈമാറി. പൊതുഗതാഗത രംഗത്ത് മുരിയാട് പഞ്ചായത്ത് വലിയ മാറ്റമാണ് ഇത്തരം പദ്ധതിയിലൂടെ കൊണ്ടുവരുന്നത്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഗ്രാമവണ്ടിയിലൂടെ പൊതുയാത്രാ സൌകര്യം സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി സഹകരിച്ചാണ് ഗ്രാമവണ്ടി പദ്ധതി നടപ്പിലാക്കുന്നത്. ഇരിങ്ങാലക്കുട മുതൽ നെല്ലായി വരെ സർവീസ് നടത്തുന്ന ഗ്രാമവണ്ടി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ, ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, താലൂക്ക് ആശുപത്രി, മാർക്കറ്റ്, പഞ്ചായത്തുകളിലെ ഘടക സ്ഥാപനങ്ങൾ, ബഹുഭൂരിപക്ഷം വാർഡുകളും ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ ആഴ്ചയിൽ 6 ദിവസവും രാവിലെ 6:30 മുതൽ വൈകിട്ട് 6 വരെയാണ് ഗ്രാമവണ്ടി സർവീസ് ഉണ്ടായിരിക്കുക. തിങ്കളാഴ്ച ഗ്രാമവണ്ടി സർവീസ് ആരംഭിക്കും. ഒരു ട്രിപ്പ് മുരിയാട് പഞ്ചായത്തിൽ നിന്നും തൃശൂരിലേക്ക് യാഥാർത്ഥ്യമാക്കും. പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഗ്രാമവണ്ടിക്ക് സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ആനന്ദപുരം എടയാട്ടുമുറി പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീന രാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി പ്രശാന്ത്, സരിത സുരേഷ്, കെ യു വിജയൻ, ഭരണസമിതി അംഗങ്ങളായ നിജി വത്സൻ, എസ് സുനിൽകുമാർ, കെ വൃന്ദകുമാരി, ജിനി സതീശൻ, നികിതാനൂപ്, റോസ്മി ജയേഷ്, മണി സജയൻ, CDS ചെയർപേഴ്സൺ സുനിത രവി, സെക്രട്ടറി PB ജോഷി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വളരെ അഭിമാനപൂർവ്വമാണ് നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഗ്രാമീണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിൽ താമസിച്ചു വരുന്ന മനുഷ്യർക്ക് തങ്ങളുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമൊക്കെ പോകാൻ സൗകര്യമാകുന്ന വിധത്തിൽ ഗ്രാമവണ്ടി എന്ന ആശയം ഈ ഗവൺമെന്റിന്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. നമ്മുടെ മണ്ഡലത്തിൽ MLA എന്നുള്ള നിലയിൽ എല്ലാ പഞ്ചായത്തുകളെയും തൊട്ടുപോകുന്ന ഒരു സർവീസ് നടത്താൻ സാധിക്കുമോ എന്നുള്ള സാധ്യത ഞാൻ പരിശോധിച്ചിരുന്നു. പക്ഷെ പഞ്ചായത്തുകളാണ് മുൻകൈയെടുക്കേണ്ടത് എന്നുള്ള സമീപനമാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് വളരെ ദിശാബോധത്തോടുകൂടി മുരിയാട് ഗ്രാമപഞ്ചായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് മുരിയാട് പഞ്ചായത്തിൽ ഈ മാതൃകാ പദ്ധതി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച് വളരെ മുന്നിൽ നടന്നിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളിയെയും ഭരണസമിതിയെയും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നിന്ന് കോവിഡ് കാലത്ത് നിർത്തൽ ചെയ്ത സർവീസുകൾ ആരംഭിക്കുന്നതിന് ഇതിനകം നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും, തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ്, കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ, അതുപോലെ ഇരിങ്ങാലക്കുട ബാംഗ്ലൂർ സ്വിഫ്റ്റ് ഡീലക്സ് ഇതെല്ലാം ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ബജറ്റ് ടൂറിസം പദ്ധതി പ്രകാരം അതിരപ്പള്ളി, മൂന്നാർ പോകുന്ന ടൂർ പോകുന്നതിനുള്ള ബസ്സുകളും സൗകര്യങ്ങൾ സർവീസുകളും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. KSRTC നാലമ്പലം ദർശനത്തിന്റെ കാലത്ത് സ്പെഷ്യൽ സർവീസുകൾ, അതുപോലെ ശിവരാത്രി ദിവസം ആലുവയിലേക്ക് സ്പെഷ്യൽ സർവീസ്, താഴേക്കാട് പെരുന്നാളിന്റെ സന്ദർഭത്തിൽ സ്പെഷ്യൽ സർവീസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ KSRTCയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്.